ഇസ്ലാം മതത്തിൽ പഞ്ചസ്തംഭങ്ങളുണ്ട്. അതായത് 5 നിർബന്ധ പ്രമാണങ്ങളുണ്ട്. ഒരു മുസ്ലിം ആകണമെങ്കിൽ അവൻ ഈ 5 പ്രമാണങ്ങളും പാലിക്കണം. ഒന്നാമത്തേത്, അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകനെന്നും ആവർത്തിച്ച് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തേത് 5 നേരത്തെ നിസ്കാരം, അതായത് പ്രാർത്ഥന. 5 നേരവും നിസ്കരിക്കണമെന്നാണ്, എന്നാൽ നിസ്കരിക്കണമെന്നാണ് ഖുറാനിൽ പറയുന്നത്. മൂന്നാമത്തേത് സക്കാത്താണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സക്കാത്ത്. നമ്മുടെ ജീവിത സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ഒരു മുസ്ലിം അതില്ലാത്തവന് കൊടുക്കണം, അതാണ് സക്കാത്ത്. നാലാമത്തേത് ഹജ്ജാണ്. ഒരിക്കലെങ്കിലും മക്കയിലും മദീനയിലും പോയി ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിത ദൗത്യം. അതെല്ലാവർക്കും സാധ്യമല്ല, എങ്കിൽ പോലും അതിന് പരിശ്രമിക്കണം എന്ന് ഖുറാൻ പറയുന്നു. അഞ്ചാമത്തേത് നോമ്പാണ്. എല്ലാ മുസ്ലിമുകളും അവൻ ആരോഗ്യം അനുവദിച്ചാൽ, അവൻ ബാലനല്ലെങ്കിൽ, അവന് മാനസിക വിഭ്രാന്തി ഇല്ലെങ്കിൽ നോമ്പ് എടുക്കണമെന്നാണ് ഖുറാൻ പറയുന്നത്. സ്ത്രീകൾക്ക് ആർത്തവമുണ്ടെങ്കിൽ നോമ്പെടുക്കേണ്ടതില്ല, എന്നാൽ അതിനുശേഷം അത്രയും ദിവസം ആ നോമ്പെടുത്ത് അവർ വീട്ടണം. അങ്ങനെ ഓരോ മുസൽമാനും നോമ്പെടുത്തേ മതിയാവൂ എന്ന് ഖുറാനിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് നോമ്പ് ഇസ്ലാമിക ജീവിതത്തിൽ ഇത്രയേറെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയത്. റംദാൻ മാസത്തിലാണ് എല്ലാവരും നോമ്പെടുക്കുന്നത്. ആ നോമ്പാചരണം ഇപ്പോൾ തുടരുകയാണ്. പച്ചവെള്ളം പോലും കുടിക്കാതെയാണ് ഇസ്ലാമിക വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. തുപ്പൽ പോലും ഇറക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയാണോ എന്ന് നിശ്ചയമില്ല. എന്തായാലും സൂര്യാസ്തമയത്തിന് മുൻപ് നോമ്പ് ആരംഭിച്ചാൽ സൂര്യാസ്തമയത്തിന് ശേഷമാണ് നോമ്പ് മുറിക്കുന്നത്. നോക്കുക, എന്ത് മനോഹരമായാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മൾ പലരും ഇദ്ദേഹത്തെ മുമ്പ് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ഈ അടുത്തായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് നല്ല രീതിയിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം. ആ നോമ്പ് മുറിക്കൽ ഒരു ആഘോഷമായി, ഇഫ്താർ വിരുന്നായി നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നോമ്പെടുക്കുമ്പോൾ ഖുറാനിൽ നോമ്പിനെക്കുറിച്ച് പറയുന്ന ചില പ്രമാണങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് നോമ്പെടുക്കുന്നത്? അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ, പാപത്തിൽ നിന്നും അകലാൻ, നന്മ ചെയ്യാൻ, ദാരിദ്ര്യത്തിൻ്റെ വിലയറിയാൻ, ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നോമ്പിനെ കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിൽ 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, എല്ലാവർക്കും ഒരുപോലെ ആവില്ല സാമ്പത്തിക അവസ്ഥ. ദാരിദ്ര്യവും പട്ടിണിയുമുള്ള മനുഷ്യരുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് സക്കാത്ത് ഒരു ഇസ്ലാമിക പ്രമാണമായി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പണമുള്ളവനും നോമ്പെടുത്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവിച്ചാൽ മാത്രമേ അവൻ നോമ്പിൻ്റെ അർത്ഥം പൂർത്തിയാക്കൂ. അതുകൊണ്ടാണ് എല്ലാവരെയും ദാരിദ്ര്യം അനുഭവിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്താണ് നോമ്പ് കൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ദാരിദ്ര്യത്തെ അറിയുക, ദരിദ്രരെ അറിയുക എന്ന ലക്ഷ്യം നോമ്പിനുള്ളത്. എന്തൊരു മനോഹരമാണ് ഇദ്ദേഹത്തിന്റെ വരികൾ. ഓക്കെ, അടുത്തതും കൂടി കേട്ട് നോക്കാം. ഓക്കെ, രണ്ടാമത്തേത് ആരോഗ്യപരമായ കാരണങ്ങളാണ്. മനുഷ്യന് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് നല്ല ഭക്ഷണത്തിനായിരിക്കും. വായ്ക്ക് രുചിയുള്ള ഭക്ഷണം വാങ്ങിക്കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ അത് അവൻ്റെ ശരീരത്തെ, ആരോഗ്യത്തെ ബാധിക്കും. ഒരുപക്ഷെ ഖുറാനിലൂടെ മനുഷ്യൻ അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്താവാം നോമ്പ് കൽപ്പിച്ചത്. ഇത് രണ്ടും നമ്മൾ ഗൗരവത്തോടെ എടുക്കണം. ബാക്കി ആത്മീയ വശങ്ങൾ ബാക്കി നിൽക്കട്ടെ. നോമ്പെടുക്കുന്ന ഒരു വ്യക്തി അമിതമായ ആഹാരം ഉപേക്ഷിച്ച് ആരോഗ്യമുള്ളവനായി മാറുക, നോമ്പെടുക്കുന്ന ഒരു വ്യക്തി ഇല്ലാത്തവന്റെ വേദന അറിയുക, ഇത് രണ്ടും ശ്രദ്ധയോടെ. സാജൻ സക്കരിയ നല്ല രീതിയിലാണ് ഇതുവരെ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ സാജൻ സക്കരിയക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. എന്താണെന്ന് ആ ഡൗട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇപ്പോൾ മുസ്ലിം വിശ്വാസികൾ നോമ്പെടുക്കുമ്പോൾ ഇത് രണ്ടും അവർ പരിഗണിക്കുന്നുണ്ടോ? നമ്മൾ അത്ഭുതത്തോടെ കാണുന്നത് നോമ്പ് ആഘോഷമായി മാറുന്നു, നോമ്പ് ഉത്സവമായി മാറുന്നു. നോമ്പ് മുറിക്കൽ അല്ലെങ്കിൽ ഇഫ്താർ വലിയ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ പല വിധത്തിലുള്ള ഭക്ഷണം, പല വിധത്തിലുള്ള വിഭവങ്ങൾ ചേർന്ന ആഘോഷമായി മാറുമ്പോൾ രാത്രിയും പകലും ഉറക്കളച്ചും അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വാസ്തവത്തിൽ നോമ്പിൻ്റെ ഗുണം അവൻ്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്നുണ്ടോ? എല്ലാ ഇസ്ലാമിക വിശ്വാസികളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ ചെലവാകുന്നത് നോമ്പുകാലത്താണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിശ്വാസികൾ ഭക്ഷിക്കുന്നത് നോമ്പുകാലത്താണ്. സാജൻ സക്കരിയക്ക് ഒരു ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് റമദാൻ മാസത്തിൽ ഭക്ഷണം ഏറ്റവും കുറവ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. ഉദാഹരണം ഞാൻ പറയാം. സാജൻ സക്കരിയ ആദ്യം പറഞ്ഞ വാക്കുകൾ ശരിയാണ്.
നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകും, നോമ്പിൽ ഒരു 100 ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാകും. പക്ഷേ റമദാൻ മാസത്തിൽ ഒരു ഗ്ലാസ് വെള്ളവും ഒരു കാരക്കയും കഴിച്ചാൽ വേറെ ഫുള്ളായി. അതായത് നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അത് നോമ്പ് പിടിച്ചിട്ട് ഈ ഇഫ്താർ ചെയ്തവർക്കേ അത് അതിന്റെ ഒരു ഇത് അറിയത്തുള്ളൂ. അതൊന്ന് സക്കരിയ മനസ്സിലാക്കണം. ഓക്കെ, ഖുറാൻ എന്താണോ ഉദ്ദേശിച്ചത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അനുഭവമായി മാറുന്നു അമിതമായ ഈ ഭക്ഷണപ്രിയം. വാസ്തവത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇഫ്താർ വിരുന്നിനെ കുറിച്ച് പുനർവിചിന്തനം നടത്താൻ സമയമായിരിക്കുന്നു. നോമ്പ് തുറക്കുമ്പോൾ ലഘുഭക്ഷണം കഴിക്കുക, വിശപ്പ് അല്പം അകറ്റുക, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ദാരിദ്ര്യത്തിന്റെ വില അറിയുന്നത്, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ദൗർലഭ്യത്തിന്റെ വില അറിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവന്റെ ശരീരത്തിന് കിട്ടുന്ന ഗുണം ലഭിക്കുന്നത്. നോമ്പിനെ ഖുറാനിൽ നിന്നും മാറ്റി ഒരു വ്യക്തിയുടെ ആഡംബരമാക്കി മാറ്റിയത്, ആഘോഷമായ ഭക്ഷണത്തിന്റെ മാസമാക്കി മാറ്റിയത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സാജൻ സക്കരിയ പറയുന്നത് 100% ശരിയാണ്. പക്ഷേ സാജൻ സക്കരിയ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. റമദാൻ മാസം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഒരു പുണ്യമാകപ്പെട്ട ഒരു മാസമാണ്. അപ്പോൾ ആ മാസത്തിനൊരു റെസ്പെക്ട് കൊടുത്തിട്ടാണ് നല്ല നല്ല ഫ്രൂട്ട്സ് വാങ്ങിക്കും, ജ്യൂസ് അടിക്കും, നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ കഴിക്കുന്നത് വളരെ 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 കുറവാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, റമദാൻ 1 മുതൽ 30 വരെ എല്ലാവരും, അതായത് നല്ലവരായ മുസ്ലിമീങ്ങൾ പരസ്പരം സഹകരിക്കും. സാജൻ സക്കരിയ പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതായത് മുസ്ലിം സമൂഹം നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് സാജൻ സക്കരിയ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സാജൻ സക്കരിയക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.